നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15, 16, 17, 18 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വേദവാക്യം വായിക്കും. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു. മറ്റൊരു ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് യോഹന്നാനെ കുറിച്ചാണ്. മറ്റൊരു ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നത് തന്നെ കുറിച്ച് പേര് പറയാതെയാണ്. വായിച്ചാൽ ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതനുമായിട്ട് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് യോഹന്നാൻ. കാരണം യോഹന്നാന്റെ കുടുംബം വളരെ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു. ധാരാളം ജോലിക്കാരും മറ്റ് സൗകര്യങ്ങളൊക്കെയുള്ള ഒരു കുടുംബം. മഹാപുരോഹിതനുമായി നേരിട്ട് ഉള്ള ബന്ധങ്ങളുള്ള കുടുംബം. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തും മറ്റുമൊക്കെ മീൻ കൊണ്ടുകൊടുക്കുന്നത് ഒക്കെ യോഹന്നാന്റെ കുടുംബമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്ര വിപുലമായ ഒരു മീൻ വ്യവസായം ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. യെരുശലേമിൽ യോഹന്നാന്, ഞാൻ മുഖവരിയായി പറഞ്ഞിട്ട് അടുത്ത വിഷയത്തേക്ക് പോകാൻ വേണ്ടിയാണ്, യോഹന്നാന് ആ കുടുംബത്തിന് യെരുശലേമിൽ വീട് ഉണ്ടായിരുന്നു എന്നൊക്കെ വേദപണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്ത വായിക്കാം. ആകിയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. പത്രോസ് വാതിക്കൽ പുറത്ത് നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ, യോഹന്നാനും പത്രോസിനും ഇവിടേക്ക് പോകാൻ പറ്റിയത് യോഹന്നാന് മഹാപുരോഹിതനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വായിച്ചാൽ മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽക്കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റി. അപ്പൊ വാതിൽക്കാവൽക്കാരത്തിക്ക് ആരെ പരിചയമുണ്ട്? യോഹന്നാനെ പരിചയമുണ്ട്. ഞാനതൊരു മുഖവരിയായിട്ട് പറഞ്ഞ് വചനത്തിലേക്ക് കിടക്കാൻ വിചാരിച്ച. വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട്, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. അല്ല എന്നവൻ പറഞ്ഞു. അന്ന് കുളിറാകൊണ്ട് ദാസന്മാര് ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, വചനത്തിലൂടെ സംസാരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ വചന ശുശ്രൂഷ അനുഗ്രഹമാക്കി മാറ്റണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പുരാതനമായിരിക്കുന്ന വീടുകളിൽ, പ്രത്യേകിച്ച് മഹാപുരോഹിതന്മാരുടെ കൊട്ടാര സദൃശ ഭവനങ്ങളിലൊക്കെ നടുമുറ്റം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കറിയാം, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പുരാതന പല വീടുകളുടെയും ഒരു നടുമുറ്റം ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെയുള്ള നടുമുറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. പല പുരാതന കൊട്ടാരങ്ങൾ നമ്മുടെ കേരളത്തിൽ സന്ദർശിച്ചപ്പോൾ ഇതുപോലുള്ള കൊട്ടാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൊട്ടാരത്തിന് ഒരു നടുമുറ്റം ഉണ്ടായിരുന്നു. ഇതൊരു സാധാരണ നിലയിൽ പറഞ്ഞാൽ ഒരു വീട്ടുമുറ്റം ആയിരുന്നില്ല. അധികാരവും മതപരവും സാമൂഹികമായ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു കേന്ദ്രപരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. പുറത്തുനിന്ന്, അതിന്റെ ഘടന എങ്ങനെയാണ്? പുറത്തുനിന്ന് ഒരാൾ ഈ കവാടം കടന്നാൽ തുറന്ന ആകാശത്തിന് കീഴിലുള്ള വിശാലമായ നടുമുറ്റം. അങ്ങനെയുള്ള മുറ്റം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പഴയ തറവാടുകളിലൊക്കെ പോയിട്ടപ്പോൾ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു തറവാടുണ്ടായിരുന്നു. അവിടെ നാടുവാഴി കുടുംബമായിരുന്നു. അവിടെയൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഈ കവാടം കടന്നാൽ
തുറന്ന ആകാശത്തിന് കീഴിലുള്ള വിശാലമായൊരു നടുമുറ്റമാണ്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് റൂമുകളും പിന്നെ വരാന്തകളും ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഭാഗത്ത് കാവൽക്കാർ ഉണ്ടാകും, ദാസിദാസന്മാരുണ്ടാകും. പിന്നെ അതിനുശേഷം ഇതിന്റെ ഉള്ളിലായിരിക്കണം, കുറച്ച് ഉള്ളിലേക്ക് മാറിയായിരിക്കണം നമ്മുടെ കർത്താവിന്റെ വിചാരണ നടന്നത്. പക്ഷെ വിചാരണ നടക്കുന്ന സമയം ഒരു കാര്യമുണ്ട്, പത്രോസ് നിന്നതും യേശു കർത്താവ് നിന്നതുമായിട്ട് വളരെയധികം അകലമില്ല. ഒരുപക്ഷെ അകത്ത മുറിയിലായിരിക്കും വിചാരണ നടക്കുന്നത്, പക്ഷെ അധികം അകലമില്ല. കാരണം പത്രോസിനെ കർത്താവ് എന്ത് ചെയ്തു? നോക്കി നമ്മൾ വചനത്തിൽ വായിക്കും. കോഴി കൂകി തിരിച്ച് പത്രോസിനെയും കർത്താവിനെ നോക്കി. ഇവിടെ ഇത് അത്ര വലിയ അകലമൊന്നുമില്ല. പക്ഷേ പത്രോസ് നടുമുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ യെരുശലേമിലെ സമ്പന്നമായ പുരോഹിത കുടുംബങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് മഹാപുരോഹിതന്റെ കുടുംബങ്ങളിലൊക്കെ റോമൻ കാലഘട്ടത്തിൽ ഇങ്ങനെ വിശാലമായ നടുമുറ്റമുണ്ടായി. അപ്പോൾ ചുറ്റും നടുവിൽ തുറന്ന മുറ്റം ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരികയാണ്. ചുറ്റും കല്ലുകൊണ്ടുള്ള വരാന്തകൾ, തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ദാസന്മാർ, നല്ല തണുപ്പ് കാലമാണ്. മുകളിലേക്ക് പോകുന്ന പടികൾ, അകത്ത് വെളിച്ചമുള്ള വിചാരണ മുറി. ഇപ്പോൾ പുറത്ത് ഭയത്തോടെ നിൽക്കുന്ന പത്രോസ്, അവിടെ നിന്നും യേശു കർത്താവിനും പത്രോസിനും പരസ്പരം കാണാം. ഈ നടുമുറ്റത്തിന്റെ ചിത്രം മനസ്സിലായെന്ന് വിചാരിക്കുക. ഇനി ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. പുറത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുക, തീക്കകത്ത് എന്തോ ഉണ്ട്? കനലുണ്ട്. തീക്കകത്ത് കനലുണ്ട്. ഈ കനൽ പത്രോസിന്റെ ഉള്ളിലുണ്ട്. പുറത്ത് ആ തീക്കകത്ത് ആളുകൾ, തീക്കകത്തല്ല, തീക്ക് അവിടെ നിന്നുകൊണ്ട് തീ കാഞ്ഞുകൊണ്ടിരിക്കുക. തണുപ്പ് മാറ്റാൻ വേണ്ടി തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന്റെ ഉള്ളിലും വലിയ തീ കത്തുകയാണ്. അത് കനലായിട്ടാണ്. ആ പുറത്തെ തീ എല്ലാവർക്കും കാണാം, അല്ലേ? ആ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന തീ എല്ലാവർക്കും കാണും. പക്ഷേ പത്രോസിന്റെ അകത്തെ തീയ് ആർക്കും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്ദർഭമില്ലേ പ്രിയമുള്ളവരെ? നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള വലിയ പ്രതിസന്ധികളിൽ പെടുമ്പോൾ നമ്മളുടെ അകത്തുള്ള തീയ്, കനലുകൾ മറ്റാർക്കും കാണാൻ പറ്റില്ല പ്രിയമുള്ളവരെ. അത് കാണാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. കരമുയർത്തി സ്തോത്രം ചെയ്ത നീ കടന്നു പോകുന്ന ഏത് സാഹചര്യവും നിന്റെ കർത്താവിനറിയാം. പത്രോസ് ഇവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ശ്രദ്ധ ആരിലുണ്ട്? അതുകൊണ്ടല്ലേ കോഴി കൂകിയപ്പോൾ തന്നെ നോക്കിയത്. പുറത്ത് ആർക്കും പത്രോസിന്റെ ഉള്ളിലുള്ള തീ കാണാൻ പറ്റുന്നില്ലെങ്കിലും പത്രോസിന്റെ ഉള്ളിലുള്ള തീയ് ആർക്കറിയാം? കർത്താവിനറിയാം. കാരണം കർത്താവ് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗോതമ്പ് പാറ്റിക്കളയുന്നത് പോലെ പത്രോസിനെ പാറ്റിക്കളയാൻ സാത്താൻ അനുവാദം ചോദിച്ചിട്ട് കർത്താവ് സമ്മതിച്ചില്ല. പാറ്റിക്കളയാൻ അനുവാദം ചോദിച്ചിട്ട് സമ്മതിക്കാനിട്ട് പോലും ഇത്രമാത്രം പ്രതിസന്ധി വന്നെങ്കിൽ കർത്താവ് അതിന് അനുവാദം കൊടുത്തിരുന്നെങ്കിൽ പത്രോസ് ഭൂമി കാണില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സാത്താൻ നമ്മളെ തകർത്ത് കളയാൻ പലപ്പോഴും കർത്താവിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ആമേൻ. യോബിനെ തകർത്തതുപോലെ. പക്ഷെ കർത്താവ് അനുവാദം കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആത്മീയമണ്ഡലത്തിനകത്ത് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്നെ തകർന്ന് തരിപ്പണമായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ അത്രമാത്രമുള്ള പ്രതിസന്ധികൾ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് അനുവദിക്കാതെ നമ്മളെ പാറ്റിക്കളയാൻ പിശാചിന് സാധ്യമല്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഇത്. അപ്പോൾ അന്ന് കുളിരാകൊണ്ട് ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോട് കൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു.
ആമേൻ. മറ്റുള്ളവർ ആമേൻ കുറച്ചുപേര് നിൽക്കുന്നുണ്ട്, കുറച്ചുപേര് ഇരിക്കുന്നുണ്ട്. എന്നാൽ പത്രോസ് തീ കാഞ്ഞോട് നിൽക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ സാധാരണ ഒരു രാത്രിയാണ്. ഏത് രാത്രിയാണ്? കർത്താവിനെ വിചാരണ ചെയ്യപ്പെടുന്ന രാത്രി എന്ന് നമ്മൾ പറയാം. തീർച്ചയായിട്ടുമാണ്. അപ്പോൾ തന്നെ അത് മാത്രമല്ല, പത്രോസിന്റെ ജീവിതത്തിലെ ഒരു ആത്മീയ രാത്രി കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആത്മീയ രാത്രികളുണ്ട് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ആമേൻ അനേകമായിരിക്കുന്ന രാത്രികളുണ്ട്. ആമേൻ. പലപ്പോഴും പകല് പോലും നമ്മുടെ ജീവിതത്തിൽ രാത്രിയാണ്. കത്തുന്ന സൂര്യന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും ഒരു ഇരുളടഞ്ഞ ഒരു അനുഭവം നമ്മുടെ ആത്മജീവിതത്തിലുണ്ട്. ഞാൻ ഇന്നലെ ആമേൻ നമ്മുടെ കോഴിക്കുളം സഭയിൽ കൂടുന്ന സുലോചന സഹോദരിയുടെ ഭവനത്തിൽ പോയി. അവർക്ക് കണ്ണിന് ഓപ്പറേഷനായി. ഞാൻ അവിടെ ചെന്ന് ഇന്നലെ വീഡിയോ എടുത്തിട്ട് ഇന്ന് ഞാനത് യൂട്യൂബിലേക്ക് ഇടുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവര് പറഞ്ഞത് 2 കണ്ണിനും കാഴ്ച ഇല്ല. 2 കണ്ണിനും കാഴ്ചയില്ലാത്തതായിരിക്കുന്ന സഹോദരി തപ്പിത്തടഞ്ഞ അടുക്കളയിൽ ചെല്ലും. ഒരു ഭാഗത്ത് ഗ്ലാസ് ഒഴിക്കും, മറുഭാഗത്തൂടെ ചായ ഇങ്ങനെ തപ്പിട്ട ഒഴിക്കുന്നത്, മറുഭാഗത്തൂടെ ചായ മുഴുവൻ താഴെ പോകും. നമ്മൾ സ്ഥിതി ഒന്ന് ആലോചിച്ചു. ഗ്ലാസ് എടുത്ത് വെച്ച് ചായ ഒഴിക്കുന്നത്, ചായ ഉണ്ടാക്കി ഈ പഞ്ചസാരയൊക്കെ കൃത്യ സ്ഥലത്ത് വെക്കുന്നുണ്ട്, അല്ലെ ഉപ്പൊക്കെ വാരിയിടും. ഇനി തപ്പിയൊക്കെ നോക്കിയിട്ടായിരിക്കും ഇടുന്നത്, എനിക്കറിയില്ല. ആയിരിക്കും. കാരണം ഉപ്പിന് കുറച്ചുകൂടെ തരി ഉണ്ട്, പഞ്ചസാരയ്ക്ക് അത്രയും തരിയില്ലാത്തതുകൊണ്ട് തൊട്ട് നോക്കിയാലൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇതൊക്കെ എഴുതിട്ട് കഴിഞ്ഞ് ചായ ഒഴിക്കുമ്പോ സൗകര്യ വീഡിയോ പറയുന്നുണ്ട്, ചായ ഒഴിക്കുമ്പോ ഗ്ലാസിന് പകരം തറയിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇന്നലെ ചെന്നപ്പോൾ എന്റെ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ചോദിച്ചു ഇത് കാണാമോ? അത് പറഞ്ഞു പാസ്റ്റർ കയ്യാണ്. അമ്മേ പാസ്റ്റർ എനിക്ക് നന്നായിട്ട് കാണും, എനിക്കിപ്പോൾ നന്നായി കാഴ്ച കിട്ടി. ഓപ്പറേഷൻ ചെയ്ത കണ്ണിലെ ഞരമ്പ് പൊട്ടിയിട്ട് രക്തം അതിനകത്ത് തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അമ്മേ എന്തായാലും ശരി, കഴിഞ്ഞ മാസം ഈ മാസം 4-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ. നമ്മുടെ ഏകദേശം 4 ലക്ഷം രൂപയോളം സഹോദരിക്ക് ഓപ്പറേഷന് വേണ്ടി നൽകി, ചികിത്സയ്ക്ക് വേണ്ടി നൽകി. എന്തായാലും ശരിയാ, സഹോദരിക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, കാണാം. അപ്പൊ ഞാൻ ചിന്തിച്ച് എല്ലാവർക്കും കാണാം പ്രിയമുള്ളവരെ, പക്ഷേ നട്ടുച്ചയ്ക്കും ആ സഹോദരൻ ജീവിതത്തിൽ ഇരുട്ടായി. ആമേൻ. ആളുകൾ പറയും ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാലും അത് തിരിച്ചറിയാൻ കഴിയാത്ത ഇരുട്ട് ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ ആത്മജീവിതത്തിലും ഇതുപോലെയുള്ള ഇരുട്ടിന്റെ അനുഭവങ്ങൾ കടന്നു വരണം. തപ്പി നടക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ, പ്രവർത്തിക്കുന്നതൊന്ന ലക്ഷ്യത്തിൽ ആ സഹോദരി ചായ ഒഴിച്ച് ഗ്ലാസ്സിൽ വീഴാഞ്ഞതുപോലെ പ്രതീക്ഷിക്കുന്ന നന്മകളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയുടെ പാനപാത്രത്തിൽ വീണുപോകാതെ എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവചന ജീവിതത്തിൽ വരും നന്മകൾ, പ്രൈസ് ദി ലോർഡ്, നീ നന്മയുടെ പാത്രത്തിലേക്ക് അത് പകരുമ്പോൾ പലപ്പോഴും ഒഴിഞ്ഞ ഗ്ലാസ് പോലെ ആയിരിക്കുന്ന ചില അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ദൈവം നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോഴ് ഇത് യഥാർത്ഥത്തില് രാത്രിയുടെ വിവരണം മാത്രമല്ല, പത്രോസിന്റെ ജീവിതത്തിലെ ആത്മീയ അവസ്ഥയുടെ ചിത്രം കൂടിയാണ്. അപ്പൊ പുറത്ത് തീ കത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പത്രോസിന്റെ ജീവിതത്തിലെ ആ രാത്രി പത്രോസിന്റെ ഉള്ളിലും മറ്റൊരു തീ കത്തുകയാണ്. മറ്റൊരു തീ എന്ന് പറയുമ്പോൾ ഇപ്പൊ പത്രോസിന് ഉള്ളൊരു പ്രശ്നം ഒന്ന് ഭയമാണ്. കർത്താവിന് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയം. കർത്താവിന്റെ സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ തന്റെ ജീവനെ ത്യജിക്കാൻ തയ്യാറല്ല. പത്രോസിന് കർത്താവിന്റെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ജീവൻ നഷ്ടപ്പെട്ടാലും അതിനകത്ത് കയറിപ്പറ്റി യോഹന്നാന്റെ ഒപ്പം. ആ സ്നേഹം അത് തികഞ്ഞ സ്നേഹമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. തികഞ്ഞ സ്നേഹമാണെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കാൻ പത്രോസ് തയ്യാറാകുകയാണ്. യേശു കർത്താവിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ഇല്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് സ്നേഹമില്ലെന്നല്ല. നമുക്ക് യേശു കർത്താവിന്റെ സ്നേഹമുണ്ട്. പക്ഷേ തികഞ്ഞ സ്നേഹം നമുക്ക് നമ്മുടെ കർത്താവിനോട് ആയിട്ടില്ല. ഒരു ആരെങ്കിലും ഒന്ന് മുഖം വെറുപ്പിക്കുമ്പോൾ, ആരെങ്കിലും നമ്മളെ ഒന്ന് തള്ളിപ്പറയുമ്പോൾ, ആരെങ്കിലും നമ്മളെ ഒന്ന് പരിഹസിക്കുമ്പോൾ നമ്മൾ വാടിപ്പോയി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് 1-2 സ്റ്റെപ്പെങ്കിലും നമ്മൾ പുറകോട്ട് പോകുന്നെങ്കിൽ അതിനർത്ഥം നമുക്ക് യേശു കർത്താവിനോട് തികഞ്ഞ സ്നേഹമായിട്ടുണ്ട്. കര ഉയർത്തുന്ന സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. തികഞ്ഞ സ്നേഹമാണെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ, എന്തൊക്കെ നാശം സംഭവിച്ചാൽ, എന്തെല്ലാം പ്രതിസന്ധി വന്നാൽ, പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് യേശു കർത്താവിനെ നമ്മൾ തള്ളിപ്പറയും. 1-ാം നൂറ്റാണ്ടിൽ അനേക ദൈവമക്കൾ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി അവരുടെ മുമ്പിൽ വെച്ച് അവർ പ്രസവിച്ചതായിരിക്കുന്ന സ്വന്തം കുഞ്ഞിനെ 2 വലിച്ചു കീറി സിംഹങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കുന്നത് കണ്ടപ്പോഴും ആമേൻ, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വില വീശുകയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ വലിച്ചു കീറി സിംഹത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കും. പക്ഷേ അവർക്ക് സ്വന്തം കുഞ്ഞിനേക്കാൾ, സ്വന്തം ജീവനേക്കാൾ അവർ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് അവർ കർത്താവിന് വേണ്ടി നിന്നു. അവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മാറി. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. യേശുവിനെ നമ്മൾ അധികമായി സ്നേഹിച്ചാൽ, തികഞ്ഞ സ്നേഹം നമുക്കുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഭയം ഉണ്ടാവുകയില്ല. അമേൻ, അമേൻ, അമേൻ. എത്ര പേരാ ഭയം കാരണം പിന്മാറിപ്പോയിരിക്കുന്നത്? എത്ര പേരാണ് ഭയം കാരണം വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോയിരിക്കുന്നത്? എത്ര പേരാണ് സ്ഥാനപ്പെട്ടിട്ട് പിന്മാറിപ്പോയിരിക്കുന്നത്? എത്ര പേരാണ് യേശു നല്ലവനാണെന്ന് പരസ്യമായി പറഞ്ഞിട്ട് ചില പ്രതിസന്ധികൾ വന്നപ്പോൾ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോയിട്ടുള്ള എത്രയോ പേര് നമുക്ക് കാണാൻ പറ്റും. അവര് സ്ഥാനപ്പെട്ടവരാണ്. അവര്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം സംസാരിച്ചതുപോലെ, അവർ 100-ൽ ആരംഭിച്ചു, പക്ഷെ 0-ൽ അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മാവിൽ ദരിദ്രരായി നിന്നുകൊണ്ട് 0-ൽ ആരംഭിച്ച് 100-ൽ അവസാനിക്കണമെന്ന കര ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളിലെ തീ എന്ന് പറയുമ്പോൾ ഒന്ന് ഭയമാണ്, രണ്ടാമത് ആശയക്കുഴപ്പമാണ്. എന്ത് ചെയ്യണമെന്നുള്ള ഒരു വലിയ ആശയക്കുഴപ്പം. നിൽക്കണോ, പോണോ, ഇവിടെ നിന്നാ പ്രശ്നമാകുമോ? ഇവിടെ നിന്നാൽ ചിലപ്പോ പത്രോസിനെ കൊണ്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരാളുടെ ചെവി വെട്ടി അരിഞ്ഞിട്ടുകൂടെയാണ് നിൽക്കുന്നത്. ആമേൻ. അപ്പോൾ ആ നിലയിലുള്ള ഭയമുണ്ട്. നിൽക്കണോ, പോകണോ? ആമേൻ. പോകാനും മനസ്സില്ല, നിൽക്കാനും മനസ്സില്ല. എന്നാൽ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയാനും മനസ്സില്ല, കർത്താവിന് വേണ്ടി മരിക്കാനും മനസ്സില്ല. എന്നാൽ യേശു കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അകത്ത് കയറി കഴിഞ്ഞിട്ട് വല്ലാത്തൊരു ആശയസംഘടനത്തിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് അമ്മയും പലപ്പോഴും നമുക്ക് ഈ ഒരു ആശയക്കുഴപ്പം വന്നിട്ടില്ല. നിൽക്കണോ, പോണോ, അമ്മേ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഇല്ലേ? ഇതുപോലെ ഒരു ആശയക്കുഴപ്പം. അമ്മേനെ കാരണം എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കനലുകൾ ഉണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. വല്ലാത്തൊരു ആശയക്കുഴപ്പം. പക്ഷേ നിലപാടുകൾ നമുക്ക് ആത്മജീവിതത്തിൽ വേണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം. ഉറച്ച തീരുമാനമുള്ളവർക്ക് മാത്രമേ നമുക്ക് നിലനിൽക്കാനായി കഴിയുകയുള്ളൂ. ഉറച്ച തീരുമാനമുള്ളവർക്ക് മാത്രമേ നിലനിൽക്കാനായി കഴിയുള്ളൂ. കര ഉയർത്തിയെന്ന് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഒരിക്കല് ഇത് സംഭവിച്ചതാണ്. അമീൻ. കോഴിക്ക് തന്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി ഒരു മൂർഖം പാമ്പ് വന്നപ്പോൾ തള്ള കോഴി ആ മൂർഖം പാമ്പിന്റെ മുമ്പിൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഓടിപ്പോയില്ല. മറിച്ച് ആ മൂർഖം പാമ്പിനെ പോരാടി കുത്തി ഈ അമ്മപ്പാമ്പ് ഓടിച്ചു എന്ന് ഞാൻ വായിച്ചു. അമ്മപ്പാമ്പല്ല, ഈ അമ്മക്കോഴി ഈ പാമ്പിനെ ഓടിച്ചു എന്നുള്ളത്.
കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? താൻ മരിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചാകാൻ തയ്യാറായ ഒരു അമ്മയാണ് നമ്മൾ കാണുന്നത്. അതൊരു നിലപാടാണ്, അതൊരു തീരുമാനമാണ്. അപ്പൊ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും സ്വന്തം കുഞ്ഞിനെങ്ങളെ മൂർഖം പാമ്പിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് പിന്മാറി പോവുകയില്ല എന്നുള്ളത് അമ്മക്കുഴിയുടെ ഒരു തീരുമാനമായി. ഇതുപോലെ പ്രിയമുള്ളവരെ, ജീവിതത്തിന് പ്രയാസങ്ങൾ വരുമ്പോൾ ഉറച്ച തീരുമാനം. ചെങ്കടലിന്റെ ഇവിടെ ചെങ്കടലിന് മുമ്പില് വടിയുമായിട്ട് നമുക്കറിയാം, വടി നീട്ടപ്പെട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ യോർദാന്റെ കരയിൽ നിന്നുകൊണ്ട് അവിടെ നിന്നപ്പോൾ എല്ലാം പറയുന്ന കാര്യം ഉറച്ചു നിൽക്കണം. പുരോഹിതന്മാരുടെ കാല് നിയമത്തിന്റെ പെട്ടകമായിട്ട് എവിടെ നിൽക്കണം? യോർദാനിൽ നിൽക്കണം. യോർദാനിലെ വെള്ളം കലങ്ക വെള്ളമാണ്. യോർദാനിലെ വെള്ളം കുത്തി ഒഴുകുന്ന വെള്ളമാണ്. യോർദാനിലെ വെള്ളം തകർത്ത് കളയുന്ന വെള്ളമാണ്. യോർദാനിലെ വെള്ളത്തിൽ ധാരാളം കൃഷിക്കാരുടെ കണ്ണുനീരുണ്ട്. മരണത്തിന്റെ നദിയാണ് യോർദാൻ. എപ്പോൾ വേണമെങ്കിലും അങ്ങ് വലയിൽപ്പിക്കുന്നതായിരിക്കുന്ന മഴയിൽ കുത്തിയൊലിച്ച് സകലവും തകർത്ത് കളയാകുന്ന യോർദാനെ ഭയപ്പെടാതെ ഉറച്ച കാലങ്ങളുമായിട്ട് യോർദാനിൽ നിൽക്കണം. ഇതാണ് പുരോഹിതന്മാരോട് പറഞ്ഞത്. മാത്രമല്ല, യോർദാൻ അക്കരെ നിൽക്കുമ്പോഴും രണ്ടായി പിരിഞ്ഞു നിൽക്കുമ്പോഴും പുറത്ത് ഒരു ഭാഗത്ത് അണകെട്ടിയതുപോലെ വെള്ളം നിൽക്കുമ്പോഴും അതിലൂടെ സഞ്ചരിക്കുന്ന യോശുവയുടെ നേതൃത്വത്തിലുള്ള ദൈവജനം ഉറച്ചു നിന്നുകൊണ്ട് അക്കരെ എത്തണം. അതിനകത്ത് പിന്മാറിപ്പോകാൻ പാടില്ല. ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ വേളകളിലൊക്കെ വരുമ്പോൾ കർത്താവിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കാനുമുള്ള വലിയൊരു കൃപ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയൂ. എല്ലാത്തവരൊക്കെ ഗിദെയോന്റെ കൂടെ 300 പേരൊഴികെ ബാക്കി എല്ലാവരും മാറിപ്പോയതുപോലെ ആളുകളുടെ എണ്ണം ഒരുപാട് കാണാം. ഒരുപാട് കുടുംബത്തിൽ നിന്ന് കുടുംബമായിട്ട് വന്ന പലരും വിശ്വാസത്തിൽ ഒരുമിച്ച് ആദ്യം വന്നവരാണ്. പക്ഷെ ഏറ്റവും അവസാനമായപ്പോൾ ആ കുടുംബത്തിൽ ഒരാൾ മാത്രം ശേഷിച്ചു. ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? ബാക്കിയുള്ളവരെല്ലാം ഭയപ്പെട്ടു പോയി. ചിലരെല്ലാം ലോകത്തെ സ്നേഹിച്ചു പോയി. ചിലരിലെല്ലാം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പത്രോസ് നിൽക്കുന്നത് തണുപ്പുള്ള ഒരു രാത്രിയിലാണ്. തണുപ്പുള്ള രാത്രി. തണുപ്പുള്ള രാത്രിയാണോ? ഇങ്ങനെ അറിയാം, തീ കാഞ്ഞുകൊണ്ട്. തീയ കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ തണുപ്പുള്ള രാത്രി. പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരാത്മീയമായ തണുപ്പ്. പ്രതിസന്ധി വന്നപ്പോൾ പത്രോസിന്റെ ജീവിതത്തിലെ ആത്മീയത തണുത്തു. അതിനു മുമ്പ് വലിയ ചൂടുണ്ടായിരുന്നു. എല്ലാവരും മിണ്ടാതിരുന്നപ്പോ പത്രോസ് പറഞ്ഞു, ഇത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. തന്നിൽ ലഭിച്ച വെളിപ്പാട് പറഞ്ഞ ഒരു മനുഷ്യൻ, ശക്തിയോടെ പറഞ്ഞ ഒരു മനുഷ്യൻ. കർത്താവേ, നീ ആകുന്നെങ്കിൽ ഞാനും വരട്ടെ എന്ന് പറഞ്ഞ് വെള്ളത്തിലൂടെ നടന്ന ഒരു മനുഷ്യൻ. വിശ്വാസത്തിന്റെ ചൂടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, വെളിപ്പാടിന്റെ ചൂടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു മനുഷ്യൻ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടാൻ തയ്യാറായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആത്മീയമായ ഒരു തണുപ്പാണ്. പ്രിയമുള്ളവരെ, ആത്മീയമായൊരു തണുപ്പ് നമ്മളിൽ വന്നുപോയാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പുറത്ത് നമുക്ക് മനസ്സിലാകില്ല, പുറത്താർക്ക് മനസ്സിലാകില്ല നമുക്ക് തണുപ്പുണ്ടോ എന്നുള്ളത്. അത് ഓരോരുത്തർക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ആത്മീയമായി തണുപ്പുണ്ടോ എന്നുള്ളത്. ആത്മീയമായിട്ടൊരു തണുപ്പ് നമ്മളിൽ വന്നുപോയാൽ, കഥ പറഞ്ഞില്ലേ, നിനക്ക് നീ ഉഷ്ണവാനോ ശീതവാനോ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. രണ്ടിന്റെ ഇടയിലല്ലാത്തവരും ഉണ്ട് പ്രിയമുള്ളവരെ. ചൂടും തണുപ്പുമില്ലാത്ത ഒരു കൂട്ടരുണ്ട്. അപ്പോ ആത്മീയമായൊരു തണുപ്പ് വന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന്
നമ്മൾ കുറേശ്ശെ തണുത്ത് നമ്മൾ മാറി നമ്മുടെ വേറെ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറി. വെള്ളം, ചൂടുവെള്ളമുണ്ട്. ചില ഉച്ചക്കൊക്കെ നമ്മൾ പൈപ്പിൽ ചെന്ന് പൈപ്പ് തുറന്നാൽ ചൂടുവെള്ളം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ പകലും രാത്രിയുമൊക്കെ ചൂടുവെള്ളം എന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത ഹീറ്ററുള്ളത് കൊണ്ടാണോ ഈ ചൂട് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ചൂടുവെള്ളം ശേഖരിച്ച് തണുപ്പിക്കാൻ വെച്ച ഒരളവിലേക്ക് തണുപ്പിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്താൽ അതിന് രൂപമാറ്റം സംഭവിക്കും. വെള്ളം മാറി ഐസായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനേകരുടെ ആത്മജീവിതം മരവിച്ചു പോയിരിക്കുകയാണ്. ഇനി അതൊന്ന് ശരിയാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയമായിട്ട് നമ്മള് പല കാര്യങ്ങളും സഭയിലാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ പലപ്പോഴും പറയുന്നെങ്കിലും പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലരും അവരുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പലരുടെ ഉള്ളിലേക്ക് അത് കയറുന്നില്ല. എന്താ കയറാത്തെ? തണുപ്പ് ബാധിച്ച് ഇപ്പോൾ ഒരു മരവിപ്പായിട്ട് മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്തത് പത്രോസ് നിൽക്കുന്ന സ്ഥലം എവിടെയാ? തീക്ക് അടുത്താണ്. അത് ലോകത്തോടുള്ള ആഗ്രഹത്തെ കാണിക്കുന്നു, ലോകത്തോടുള്ള വാസത്തെക്കുറിച്ച് കാണിക്കുന്നു. അടുത്ത നമ്മൾ കാണുന്നത്, നമുക്ക് ഓരോന്ന് വിശദീകരിച്ച് പറയാം, യേശുവിൽ നിന്നുള്ള അകലമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനെ ക്രൂശോട് കൂടെ ചേർന്ന്, ഞാൻ ചോദിച്ചോട്ടെ, യേശു കർത്താവിന്റെ ക്രൂശെടുക്കാൻ ഒരു പത്രോസില്ലായിരുന്നു ക്രൂശിന്റെ ചുവട്ടിൽ. യേശു കർത്താവിന്റെ ക്രൂശൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവസാനം കുറേനക്കാരെ ശിവേന ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഓരോ ശിഷ്യന്മാരും ഈ ക്രൂശൊന്ന് എടുത്ത് സഹായിക്കുക. കാരണം അവര് നോക്കി ആരെങ്കിലും ഉണ്ടോ, ആരുമില്ല. അവസാനം കുറേനക്കാരെ ശിമിയോനെ ക്രൂശെടുക്കാൻ നിർബന്ധിച്ചു. അല്ലെ, നിർബന്ധിക്കുന്നത് കണ്ടെങ്കിലും എന്നാ ഞാൻ എന്റെ യേശു കർത്താവിന്റെ ക്രൂശെടുക്കാമെന്ന് പറഞ്ഞില്ല. കാരണം ഈ സ്റ്റേജ് അടുത്തൊന്നും ഇവര് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറേനക്കാരൻ ശിമയോനെ ക്രൂശെടുക്കാൻ നിർബന്ധിക്കേണ്ട പട്ടാളക്കാർ അന്വേഷിച്ച് നിർബന്ധിച്ചപ്പോൾ ഞാൻ എടുക്കാം എന്റെ കർത്താവിന്റെ ക്രൂശ്. പിന്നീട് പത്രോസിനെ കുറിച്ച് പറയുന്നതായ ഒരു പാരമ്പര്യമുണ്ട്. ഞാനെനിക്ക് ഈ പാരമ്പര്യം എന്ന് പറഞ്ഞപ്പോ ഒരു ബന്ധകോസിലുള്ള ഒരു അമ്മാമ, ഒരു ആന്റി എന്നോട് പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുമ്പോഴാണ്, മോനെ സഭയിലൊക്കെ ചെന്ന് പാരമ്പര്യം എന്ന് പറയരുത് കേട്ടോ എന്നോട് പറഞ്ഞു. അമ്മേ, ഇതാ പാരമ്പര്യമല്ല. എന്റെ ചരിത്രം പറയുന്ന ഇതാണ്. കർത്താവിനെ പത്രോസിനെ ക്രൂശിക്കുന്ന സമയത്ത് യേശു കർത്താവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കാൻ തുടങ്ങിയപ്പോ പത്രോസ് പറഞ്ഞെന്നാ ചരിത്രം പറയുന്നത്, എന്റെ കർത്താവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കരുത്, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് എന്റെ തല കീഴായി ക്രൂശിക്കണമെന്ന് പറഞ്ഞ് ക്രൂശിന് വേണ്ടി ജീവൻ സമർപ്പിച്ച പത്രോസ് വേറെ ചരിത്രമാണ്. പക്ഷെ ഇപ്പോഴോ അത്യാവശ്യ സമയത്ത് ആ ക്രൂശൊന്ന് വഹിക്കാൻ പത്രോസില്ല, മാറോട് ചാരിക്കിടന്ന് യോഹന്നാനില്ല, ആരുമില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ആത്മജീവിതത്തിൽ നമുക്ക് എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. മക്കളും ഭർത്താവും ഭാര്യയും അയൽക്കാരും മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ക്രൂശെടുക്കുമ്പോൾ, വലിയൊരു ഭാരം വരുമ്പോൾ, വലിയൊരു നമ്പരം വരുമ്പോൾ ഈ ക്രൂശെടുക്കാൻ നീ ഒറ്റയ്ക്ക് കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ആരെങ്കിലും ഉണ്ടോ എന്ന് നീ ചുറ്റും നോക്കും. പക്ഷെ കുറേനക്കാരൻ ശിവനെ കുരിശെടുത്തത് കുറേനക്കാരൻ ശിവന്റെ കുടുംബത്തിന് അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിൽ നിന്നുള്ള അകലം. അടുത്തത് 1 ഭയം, 2 ആശയക്കുഴപ്പം, 3 ആത്മീയ തണുപ്പ്, 4 ലോകത്തോടുള്ള സഹവാസം, 5 യേശുവിൽ നിന്നുള്ള അകലം, 6 സ്വയം രക്ഷിക്കാനുള്ള ആഗ്രഹം. അപ്പോ ഇതൊക്കെയാണ് പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കനലുകൾ. നമ്മളിപ്പോ ചിന്തിക്കുന്ന വിഷയം എന്താ? പുറത്തെ കനല് പോലെ, പുറത്തെ തീ പോലെ പത്രോസിന്റെ ഉള്ളിലും കനലുണ്ടായി, പത്രോസിന്റെ ഉള്ളിലും തീ ഉണ്ടായി. ആമേൻ. അന്ന് രാത്രിയിൽ കുളിരാകുകൊണ്ട്, ആ വാക്യം ഒന്നുകൂടെ വായിച്ച്, അന്ന് കുളിരാകുകൊണ്ട്. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ എന്തുണ്ട്? കുളിരുണ്ട്. ആത്മീയ ജീവിതത്തിലും കുളിർ രാത്രികൾ വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് രുചിയില്ല എന്നൊരു ചിന്ത നമുക്ക്. ശരിക്കും പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഒരു രുചിയില്ലേ? ഉണ്ടോ? പ്രാർത്ഥനയുടെ രുചി പോയാൽ നമുക്ക് പിന്നെ പ്രാർത്ഥന വേണ്ട. നമുക്ക് പനിയൊക്കെ വന്നു കഴിയുമ്പോൾ തലേ ദിവസമൊക്കെ വളരെ ആർത്തിയോടുകൂടി കഴിച്ച ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാലും, ബിരിയാണി ആണെങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിലും നമ്മൾ പറയും വായിക്ക് രുചിയില്ല, ഒന്നും വേണ്ട, മാറ്റിവെക്കും. ഇതുപോലെയാ ജീവിതത്തിന്റെ പ്രതിസന്ധി, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയുടെ രുചി നഷ്ടപ്പെട്ടു പോകുന്നു. പ്രാർത്ഥനയ്ക്ക് രുചി നഷ്ടപ്പെട്ടു പോയാൽ യഹോവ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനർത്ഥം വിശ്വാസം പോയെന്നല്ല കേട്ടോ, വിശ്വാസം പോയെന്നല്ല, വിശ്വാസമുണ്ട് കേട്ടോ, വിശ്വാസമുണ്ട്. വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ അനാനിക്കൊക്കെ വരുന്നത്. വിശ്വാസമുണ്ട്. പക്ഷേ പ്രാർത്ഥനയുടെ രുചി ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതിനർത്ഥം ആത്മാവ് ക്ഷീണിച്ചിരിക്കുന്നു, മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ചിലർക്ക് ജീവിതത്തിലെ തിരക്കുകളും ആശങ്കകളും പ്രൈസ് ദി ലോർഡ് ജീവിതത്തിൽ വരണ്ടതാക്കി മാറ്റും. പത്രോസിന്റെ ഈ അനുഭവത്തിന്, ഇവിടെ സംഭവിച്ചൊരു അനുഭവത്തെ നമുക്ക് തൊട്ടു മുമ്പ് നോക്കാം. പത്രോസിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞിരുന്നോ? പ്രാർത്ഥന കുറഞ്ഞിരുന്നു. യോഹന്നാന്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞിരുന്നോ? കുറഞ്ഞിരുന്നു. യാക്കോബിന്റെ ജീവിതത്തിലും പ്രാർത്ഥന കുറഞ്ഞിരുന്നു. അതിന്റെ തെളിവ് എവിടെയാ? കർത്താവ് ഒരു കല്ലേറ് ദൂരത്ത് മാറിയിരുന്ന് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിന്റെ ഒപ്പം ചെന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ അവിടെ മനസ്സ് ഭാരപ്പെട്ട് അവർ നിദ്രാഭാരമുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ പറഞ്ഞു. മനുഷ്യപുത്രൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടാൻ പോകുന്നതൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല പ്രൈസ് ദി ലോർഡ്, തന്നെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുവൻ പോയിരിക്കുകയാണ്. എല്ലാ ശിഷ്യന്മാരും കാണുകയാണ്. പക്ഷേ പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതായ കർത്താവിന്റെ അരുമ ശിഷ്യന്മാര്, അത്ഭുതങ്ങൾക്ക് സാക്ഷിയായവര്, എത്രയോ പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് സാക്ഷികളാണ്. മരുവാമലയിൽ അവർ സാക്ഷികളാണ്. മറ്റുള്ള 9 പേരും കാണാത്ത അത്ഭുതകരമായ അനുഭവങ്ങൾ കണ്ടിട്ടുള്ള ഈ പ്രിയമുള്ളവര് ഈ സമയത്ത് വിശ്വാസത്തെ ക്ഷീണിച്ചു പോകാതെ, മനസ്സ് ക്ഷീണിച്ചു പോകാതെ കർത്താവിനോട് ചേർന്നിരുന്ന് അവൻ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പ്രൈസ് ദി ലോർഡ് നമുക്ക് കഴിയേണ്ടതാണ്. പക്ഷേ ഗെത്സമനയിൽ എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കുന്നത് പറഞ്ഞിട്ട് കർത്താവ് പോയി. പക്ഷേ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. പ്രാർത്ഥന ക്ഷയിച്ചപ്പോഴാണ് പിന്നീട് വീഴ്ച വന്നത്. ആമേൻ. പ്രാർത്ഥന
ആമേൻ. ആദ്യം കുറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കുറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിന്റെ ചൂട് കുറയും. ദൈവസാന്നിധ്യത്തിന്റെ ചൂട് കുറഞ്ഞാൽ പിന്നെ പത്രോസ് നടുകുറ്റത്ത് നിന്ന് തീ കായാൻ നിന്നതുപോലെ ലോകത്തിന്റെ ചൂട് നല്ലതായിട്ട് തോന്നും. പ്രൈസ് ദി ലോർഡ്. ഗെത്സമനയിലെ പ്രാർത്ഥനയുടെ തീ അണഞ്ഞപ്പോൾ ലോകത്തിന്റെ തീയാണ്, ആ തീയിലേക്കാണ് അവൻ ആകർഷിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ മനസ്സിലായോ? ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനത്തിങ്കൽ എന്ത് കത്തും? തീ കത്തും. പക്ഷെ ധ്യാനത്തിങ്കൽ ഇവിടെ ധ്യാനിച്ചില്ല, ധ്യാനിച്ച് പ്രാർത്ഥിച്ചില്ല. പക്ഷെ എന്ത്? ഉള്ള വിശ്വാസം കൂടെ അണയാൻ പോവുകയാണ്, ഉള്ള വിശ്വാസം കൂടെ തണുക്കാൻ പോവുകയാണ്. ഉള്ള വിശ്വാസം കൂടെ, വിശ്വാസത്തിന്റെ തീ കൂടെ അണയാൻ പോയപ്പോൾ ലോകത്തിന്റെ തീയിലേക്ക് അടുക്കുകയാണ്. ആമേൻ. ഉള്ളിലെ നിരാശ, ഉത്തരം കിട്ടുന്നില്ലെന്നുള്ള തോന്നൽ, ഒരേ വിഷയത്തിന് വേണ്ടി പലപ്പോഴായിട്ടുള്ള പ്രാർത്ഥന, ആമേൻ, പാപത്തെക്കുറിച്ചുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ, മാനസികമായിട്ടുള്ള ക്ഷീണം, ശരീരത്തിന്റെ ക്ഷീണം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ നിന്ന് ദൂരെ പോയതായിട്ടുള്ള അനുഭവങ്ങൾ, ആമേൻ, ഇതൊക്കെ നമ്മുടെ ആത്മജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ രുചിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകും. ആമേൻ. ഏതൊക്കെ കാര്യങ്ങളാണ്? ആമേൻ. ഉള്ളിലെ നിരാശ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ, ഒരേ വിഷയത്തിന് വേണ്ടി ആവർത്തിച്ചുള്ള പ്രാർത്ഥന, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അറിഞ്ഞുമറിയാതെ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന പാപത്തെ കുറിച്ചുള്ള ചിന്തകൾ, പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽ, സാമ്പത്തികം ഉൾപ്പെടെയുള്ള ജീവിത പ്രശ്നങ്ങളിലുള്ള ആമേൻ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, മാനസികമായിട്ടുള്ള ക്ഷീണങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരത്തിന്റെ ക്ഷീണം, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടുള്ള, ദൈവത്തിൽ നിന്ന് അകന്നു പോയതുപോലെയുള്ള അനുഭവം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മള് ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, ആമേൻ, എന്തോ പറയാറുണ്ട്, ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഛർദ്ദിലുണ്ടായി, അല്ലെ ഭക്ഷണം കഴിക്കാതെ വേണ്ട, പനിയാണ്, ഡോക്ടർമാർ എന്ത് പറയും? വെള്ളം കുടിക്കാതെ ഇരിക്കരുത്, നന്നായി ഉപ്പിട്ടൊക്കെ വെള്ളം കുടിക്കണം, വേണ്ട എങ്കിലും കഴിച്ച് കുടിയിരിക്കഞ്ഞി നിങ്ങളായിരുന്നു പറയുന്നില്ലെന്ന് പറയല്ലേ, കുടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ വേണ്ട എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വേണ്ട എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ. പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ വൈകാരികമായിട്ടുള്ളൊരു ചിന്തയാകരുത് പ്രാർത്ഥന. മറിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് ആമേൻ ഒരു ആത്മീയ അനുഭവമാണ്. വൈകാരിക തലത്തിൽ എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോയാൽ അധികകാലം നിലനിൽക്കാൻ പറ്റുകയില്ല. പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? പ്രൈസ് ദി ലോർഡ്. സത്യസന്ധമായി പ്രാർത്ഥന, നീണ്ട പ്രാർത്ഥന വേണമെന്ന് പറയുന്നില്ല. പലപ്പോഴും ആളുകൾ നീണ്ട പ്രാർത്ഥന വികാരത്തിൽ നിന്നുള്ള പ്രാർത്ഥനയല്ല, വൈകാരികമായിട്ടുള്ള വിഷയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയല്ല. പ്രാർത്ഥന വിശ്വസ്തതയായിട്ടുള്ള പ്രാർത്ഥന. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്കൊരു സ്ഥലം ആവശ്യം, പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിൽ സങ്കീർത്തനത്തിലെ വാക്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ശരിയായ പ്രാർത്ഥനയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. എങ്ങനെയാണ്? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തേതായ കാര്യം, ആമേൻ, സങ്കീർത്തനം വായിച്ചുകൊണ്ട്
പാട്ടുകൾ കേട്ട് മനസ്സ് ഒരുക്കി നമുക്ക് പ്രാർത്ഥിക്കാനായി കഴിയും. അപ്പോൾ ഒരേ സമയം പ്രാർത്ഥിക്കുവാൻ, ഒരേ സ്ഥലം തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവെ, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ല, പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്നെ വീണ്ടും ഉണർത്തണമേ എന്നുള്ള പ്രാർത്ഥന. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലോ എന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ ദൈവത്തിനെ പറയണം, ഞങ്ങളെ വീണ്ടും ഒന്ന് ജീവിപ്പിക്കണം. ദാവീദ് പോലും ചില വരണ്ട അനുഭവങ്ങളിൽ നിന്ന് അപ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന എങ്ങനെ, ആത്മജീവിതത്തിൽ വരൾച്ച വന്നപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ ആത്മാവ് വരണ്ട നിലം പോലെ നിനക്കായി കാത്തിരിക്കുന്നു. വരണ്ട നിലത്തിന്മേൽ ആമേൻ മഴ പെയ്യുന്നത് പോലെ ആത്മാവിന്മേലും ദൈവം ഒരു പുതുമ അയക്കും. കരങ്ങൾ ഉയർത്തുമ്പോൾ സ്തോത്രം ചെയ്യുക. വചനത്തിന് ദാഹം നഷ്ടപ്പെട്ടു പോയാൽ, സഭയിലേക്ക് വരാൻ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയാൽ, ദൈവസ്ഥാനത്തിന് ദൂരിയായി തോന്നിയാൽ, ഒരിക്കൽ ജ്വലിച്ച ആത്മാവ് തണുത്തു. നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആമേൻ. ഒന്ന്, വചനത്തിന് ദാഹമില്ല. എല്ലാം എനിക്കറിയാൻ കേട്ടോ. ഞാനിരുന്ന സഭയില് ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് അച്ചായന്റെ ജോലി എന്ന് പറയുന്നത് വേദപുസ്തകം മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനൊന്നും ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു, പിന്നൊന്നും പറയാൻ പോയില്ല. കാരണം അച്ചായൻ വീട്ടിൽ ഇരുന്ന വേദപുസ്തകം വായിക്കാൻ സമയമില്ല. എന്നാ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴെങ്കിലും വേദപുസ്തകം വായിച്ചോട്ടെന്ന് ഞാനും വിചാരിച്ചു. പുള്ളി ഞാൻ വരുന്ന സമയത്താണ്, ശുശ്രൂഷിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരന് വേദപുസ്തകമായത്. ഇങ്ങനെ തിരിച്ചു മറിച്ച്, അങ്ങോട്ട് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാം, വേറൊന്നുമല്ല, അതിനകത്ത് സൈക്കോളജി ഉണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ ശുശ്രൂഷ പുള്ളിക്ക് എന്തില്ല, താല്പര്യം, വാക്ക് ഭാഷണം ഇല്ലാതെ പറയാ, ഞങ്ങളിനി എന്ത് പ്രസംഗിച്ചാലും എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ. ഞാൻ അദ്ദേഹത്തോട് ദ്രോഹം ചെയ്തിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ സഭയില് അദ്ദേഹത്തിന്റെ നിലപാടിനനുസരിച്ച് എനിക്ക് വയ്ക്കാൻ പറ്റുമോ? അപ്പോ അതങ്ങനെ പോട്ടെ. അപ്പോ വചനത്തിന് ദാഹമില്ല, സഭയിലേക്ക് പോകാൻ ഉത്സാഹമില്ല, ദൈവസാന്നിധ്യം വളരെ ദൂരെയായിട്ട് തോന്നുന്നതായിരിക്കുന്ന അനുഭവം, ഒരിക്കൽ ജ്വലിച്ച ആത്മാവ് തണുത്തു പോകും. ഒരിക്കൽ പത്രോസ് പറഞ്ഞതാണ്, എല്ലാവരും ഇടറിയാലും ഞാൻ നിങ്ങൾ ഇടറില്ല. അതൊരു ചൂടായി, അത് ആത്മാവിന് ചൂടായിരുന്നു. വേറെ വല്ലതും പറഞ്ഞു? വേറെ ആരും പറഞ്ഞില്ല. കാരണം അന്ന് പറയാൻ പ്രതിസന്ധി ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഈ പ്രതിസന്ധി ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴല്ലേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരു ഭർത്താവ് ഭാര്യയോട് എപ്പോഴും പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ജീവനെ തുല്യം സ്നേഹിക്കുന്നു, ജീവനെ തുല്യം സ്നേഹിക്കുന്നു എന്ന്. അപ്പൊ ഭാര്യ ഭർത്താവും കൂടെ ഇങ്ങനെ റോഡിൽ കൂടെ പോയ സമയത്ത് ഇങ്ങനെ കാട്ടിന്റെ സൈഡ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കാട്ടിന്റെ സൈഡിൽ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് പാമ്പിന്റെ മുമ്പിൽ അവർ ചെന്ന് ചാടിയത്. ഭർത്താവ് ആദ്യം മരത്തേക്ക്, ഭാര്യ അവിടെ നിൽക്കുകയാണ്. പാമ്പ് കുറെ നേരം പുള്ളിക്കാരെ നോക്കി നിന്നിട്ട് പാമ്പിന് തോന്നി, പാമ്പ് അങ്ങനെ ചാടി ഒന്നും കടിക്കത്തൊന്നുമില്ല, പാമ്പിന് തോന്നി, പാമ്പ് പേടിച്ച് നിൽക്കുക. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് പേടിച്ചോടുകയും ചെയ്തു. ഭാര്യ കുറച്ച് കഴിഞ്ഞപ്പോ പാമ്പ് കഴിഞ്ഞു പോയി. ഭർത്താവിനോട് ഓടി വന്നിട്ട് പറഞ്ഞു, ഡീ പാമ്പ് നിന്നെ കടിച്ചോ, പാമ്പ് എന്തോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ പാമ്പിനെ കാണുമ്പോ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന, എന്നെ കാണുമ്പോൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന ഭർത്താവിന് കൂടി ജീവിക്കരുത്, നാളെ ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കണമെന്ന് പാമ്പ് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പ്രതിസന്ധികൾ വരുമ്പോഴാണ് ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റും. അത് പത്രോസിന് പറയാം, ഏതാ പറയാം, എല്ലാവരും ഇടറിപ്പോയാലും ഞാൻ ഇടർത്തില്ലത്. കാരണം അപ്പോൾ പ്രതിസന്ധി ഇല്ല, അപ്പോൾ ഗഡ്സമനെ ഇല്ല, അപ്പോൾ മഹാവിനോദന ചേവകന്മാരില്ല, അപ്പോൾ തീവട്ടി പന്തങ്ങളില്ല, അപ്പോൾ കുന്തങ്ങളില്ല, വാളില്ല, ഒന്നുമില്ല. ഈ സമയത്ത് പറയാം. പക്ഷേ സാഹചര്യം വന്നപ്പോൾ പത്രോസ് കാറ്റ് പോയ ബലൂണ് പോലെ
ആയിപ്പോയി. അപ്പോൾ ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യം കാരണം പ്രതിസന്ധി ഇല്ലായിരുന്നു. ഇപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ ധൈര്യമില്ല, ഉറപ്പില്ല, ആത്മീയ ചൂട് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അവൻ മറ്റൊരു തീയെ തേടി. നമ്മളിൽ ഞങ്ങൾ രണ്ടുകൂടി ജമ്മു കാശ്മീരിലൊക്കെ പോയിട്ടുണ്ട്. ഐസിന്റെ മുകളിൽ കൂടെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ സെറ്റർ പോലും ഇടാതാണ് അവിടെയൊക്കെ പോയത്. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ. പക്ഷെ അവിടെയുള്ള തണുപ്പ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് അനുഭവപ്പെടാൻ ചോദിച്ചാൽ ഇതൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് അതൊന്നും ബാധിച്ചില്ല. പിന്നെ രാത്രിയിൽ ഈ കൊടുത്തണുപ്പത്താണ് നമ്മൾ റൂമിൽ കിടക്കുന്നത്. അപ്പോൾ അവിടെ തണുപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ പറയാം, ഒരു വീട്ടില് ഒരു കുഞ്ഞിനൊരു പ്രയാസം ഉണ്ടായി. ആ കുഞ്ഞിന് പ്രയാസം ഉണ്ടാകുമ്പോൾ അമ്മ സ്വെറ്ററൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് ആണ് പോകുന്നത്. അല്ല, പെട്ടെന്ന് പ്രയാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ആ കുഞ്ഞിന്റെ അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ടാണ് ചെയ്യുന്നത്, ഓടുന്നത്. അപ്പൊ പുറത്ത് തണുപ്പോ മഴയോ ഒന്നും ഒരു വിഷയമല്ല. കാരണം ഉള്ളിലൊരു തീയുണ്ട്. കാരണം കുഞ്ഞിനെ രക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ താമസിക്കുന്നതായിരിക്കുന്ന വീടിന് തീ കയറിയാൽ അന്നേരം സെറ്റർ എടുക്കാനായിട്ട് അരുത് പോവോ? ആമേൻ. പുറത്ത് അതിശക്തമായ തണുപ്പാണെങ്കിലും ആളുകൾ ആ തണുപ്പിലേക്ക് ചാടി ഇറങ്ങുകയാണ്. ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായാൽ സെറ്ററൊക്കെ എടുത്ത് നേരെയായിട്ട് കണ്ണാടിയൊക്കെ നോക്കി പൗഡറൊക്കെ ഇട്ട് വരട്ടെന്ന് ആരെങ്കിലും പറയുമോ? ആരും പറയില്ല. കാരണം പെട്ടെന്ന് ധൂലിമുഴി കുലുങ്ങുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? രക്ഷപ്പെടുക എന്നുള്ള കാര്യം. കാരണം ഉള്ളിലെ ഒരു തീയുണ്ട്, രക്ഷപ്പെടാനുള്ള ഒരു തീ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു. ഇലോൺ മസ്ക് പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ ആണെന്നാണ് അദ്ദേഹത്തിന്റെ ഇതാണെന്ന് തോന്നുന്നത്. അദ്ദേഹം സ്പേസ് ഷട്ടിൽ ആകാശത്തേക്ക് ഇങ്ങനെ വിടുന്നുണ്ട്. അതിങ്ങനെ ഉയർന്ന് ഇങ്ങനെ പൊങ്ങി ആ റോക്കറ്റിനെ മുകളിൽ വിക്ഷേപിച്ചതിന് ശേഷം അത് തോന്നുന്നു, എനിക്ക് കൃത്യം അറിയത്തില്ല, അതിനെ തിരിച്ചിറങ്ങി വന്ന് അതിനുവേണ്ടി വിക്ഷേപിച്ചതായ കൈയുണ്ട്. ഇത് മുകളിലേ നിന്ന് തിരിഞ്ഞിറങ്ങി കൃത്യമായിട്ട് ആ കൈക്ക് വന്ന് ഇരിക്കുകയാണ്. കാരണം മുകളിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കാണാം, ആ തീയ നമുക്ക് കാണാൻ പറ്റും. ബൈക്കിലെ തീ കത്തുന്നത്. അത് വീഡിയോ ചിത്രീകരണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒറിജിനലാണെന്നുള്ള നിലയിലാണ് കണ്ടത്. തിരിച്ച് ഇറങ്ങി വരുമ്പോഴും ഉള്ളിൽ ആ തീയുണ്ട്. ദൈവത്തിന്റെ വൈദ്യുതി ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് യാത്രികമായ തീയുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, നമ്മളെ ആർക്കും തടഞ്ഞു നിർത്താനായിട്ട് പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായ ചൂട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പത്രോസ് വേറെ ഒരു തീയെ അന്വേഷിച്ചു. ഈ തീ ആരുടേതാണ്? ഈ പത്രോസ് ഈ ഇരിക്കാൻ പോയ തീ അങ്ങനെ തീയ പറയാമോ? പത്രോസ് തീ കായാൻ ചെന്നില്ലേ? ആരുടെ തീയ? ആ തീയ അവിടെ ആ വാക്യത്തില് വായിച്ച്, കുളിരാകൊണ്ട് ദാസന്മാരും സേവകരും. ഒന്നുകൂടെ വായിച്ചേ. അന്ന് കുളിരാകൊണ്ട് കനൽ കൂട്ടി. അപ്പൊ ദാസന്മാര് ആരൊക്കെയുണ്ട്? യേശുവിനെ പിടിക്കാൻ പോയ സേവകരുൾപ്പെടെ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവര് കൂട്ടിയ, യേശു കർത്താവിന്റെ ശത്രുക്കൾ കൂട്ടിയ ഉണ്ടാക്കിയ തീയുടെ ചുറ്റും നിന്നാണ് ഇദ്ദേഹം സുഖമന്വേഷിക്കുന്നത്. അപ്പോൾ ആരാണ് തീ കൂട്ടിയത്? യേശു കർത്താവിനെ പിടിക്കാൻ വന്ന ശത്രുക്കൾ അല്ലേ? ശരിക്കും പറഞ്ഞാൽ യേശു കർത്താവിനെ സ്നേഹിക്കുന്ന പത്രോസിന് അവര് കൂട്ടിയ തീ കായാൻ പറ്റുമോ? ദാസന്മാരെ ചേവകരെ കടൽ കൂട്ടി യേശു കർത്താവിനെ ഈ തീയാടിതാണ്. യേശു കർത്താവിനെ പിടിച്ചു കെട്ടിയവിടെ തീയ, യേശു കർത്താവിനെ ശത്രുക്കളെ തീയ, ലോകത്തിന്റെ തീയ.
എന്തുകൊണ്ടാണ് പത്രോസ് അവിടെ എത്തിയത്? ദൈവ സാന്നിധ്യത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടവൻ ലോകത്തിന്റെ തീ അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോക സന്തോഷത്തിന്റെ തീയിലേക്ക് പോകുന്നു. ആത്മാവ് ശൂന്യമായാൽ മനുഷ്യന് എന്തെങ്കിലും കൊണ്ട് അത് നിറയ്ക്കാനായിട്ട് നോക്കി. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പത്രോസ് അവരോട് കൂടെ. ഇതാണ് അപകടം. അവൻ അവരോട് കൂടെ നിന്നു. ഒരു സമയം യേശുവിനോട് കൂടെ നിന്ന പത്രോസ് ഇപ്പോൾ യേശു കർത്താവിനെ എതിർക്കുന്നവരുടെ ഒപ്പം നിൽക്കുകയാണ്. എവിടം വരെ എത്തിച്ച്? പത്രോസിന്റെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനയുടെ കുറവ് പത്രോസിനെ എവിടെ കൊണ്ടെത്തിച്ചു? നേരത്തെ വാളെടുത്ത് വെട്ടിയ നമ്മെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. രാത്രിയിലങ്ങാണ്ട് പ്രാർത്ഥനയിലെ പുള്ളി വെട്ടിയത്. എല്ലാവർക്കും മിക്കവാറും യഹൂദന്മാർക്കൊക്കെ താടിയും ഈ കുപ്പായം ഒക്കെ ഉള്ളതുകൊണ്ടൊന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റിയുള്ളൂ. വേലക്കാരത്തിക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. വേറെ ആർക്ക് മനസ്സിലായി? വേറെ 1-2 പേർക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നിഷേധിച്ചത്. പ്രിയമുള്ളവരെ, ഇപ്പോഴും നിൽക്കുന്നത് എവിടെയാണ്? യേശു കർത്താവിന്റെ കൂടെ നിന്ന പത്രോസ് ഇപ്പോൾ യേശു കർത്താവിനെ പിടിച്ചവരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പത്രോസ് ദൂരത്ത് നിന്ന് അനുഗ്രഹിച്ചു. ആദ്യ ഹൃദയത്തിൽ ദൂരം വന്നു, പിന്നീട് ജീവിതത്തിൽ ദൂരം വന്നു, പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പറയപ്പെട്ടെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനോട് കൂടെ നിൽക്കാൻ. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ അകത്തെ ചൂട് നഷ്ടപ്പെട്ടു പോകാം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. കർത്താവ് നമ്മളെ കത്തിച്ചിരിക്കുന്നു. ആ ചൂട് നഷ്ടപ്പെട്ടു പോകാം. കർത്താവിന് വേണ്ടി നിൽക്കാനുള്ളൊരു കൃപ നമ്മൾ പ്രാപിക്കും. നമ്മുടെ ഉള്ളിലെ ചൂട് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ലോകത്തിന്റെ ചൂട് അന്വേഷിച്ചു പോകും. നമ്മുടെ ഉള്ള് ശൂന്യമായ ആ ഉള്ള് മറ്റെന്തെങ്കിലും കൊണ്ട് നിറയ്ക്കാൻ നമ്മൾ ശ്രമിക്കും. പത്രോസിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ വീഴ്ച ആരംഭിച്ചു. അതൊരു ദിവസം കൊണ്ട് ആരംഭിച്ച വീഴ്ചയല്ല, അപ്പോൾ സംഭവിച്ച വീഴ്ചയല്ല. ആ വീഴ്ച ചില നാളുകളായി സംഭവിച്ചുകൊണ്ടേയിരുന്നു. യേശു കർത്താവിനോട് കൂടെ നടക്കുമ്പോഴും യേശു കർത്താവിൽ നിന്നുള്ള അകലം ഉള്ളിൽ വന്നുകൊണ്ടിരുന്നു. ഒരു തികഞ്ഞ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുകയില്ലായിരുന്നു. സ്നേഹമില്ലാത്തൊരു പത്രോസിനെ അല്ല നമ്മൾ കാണുന്നത്. തികഞ്ഞ സ്നേഹമുള്ളൊരു പത്രോസിനെ, സ്നേഹമുള്ള പത്രോസിനെ തന്നെയാണ്. പക്ഷെ ആ സ്നേഹം തികഞ്ഞ സ്നേഹമായിരുന്നില്ല. ആ സ്നേഹം തികഞ്ഞ സ്നേഹമായിരുന്നെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കാൻ പത്രോസ് തയ്യാറാകുമായിരുന്നു. ഏറ്റവും നമ്മൾ കണ്ടതാണ്. കർത്താവിന് ഏറ്റവും അത്യാവശ്യമുള്ള സന്ദർഭങ്ങൾ 2 ഉണ്ടായിരുന്നു. ഒന്ന്, കർത്താവിനോട് അവരുടെ പ്രാർത്ഥിക്കാൻ ഉള്ള ഏറ്റവും അത്യാവശ്യം. കർത്താവ് ആഗ്രഹിച്ചു തൻ്റെ കൂടെയുള്ള 11 പേര്, ബാക്കിയുള്ള 11 പോയി എൻ്റെ ഒപ്പം വന്ന് പ്രാർത്ഥിച്ചിരുന്നു. താൻ സ്നേഹിച്ച 3 ശിഷ്യന്മാർ തൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതൊരു ആത്മീയ സപ്പോർട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരാത്മീയ സപ്പോർട്ടാണ്. നമുക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഒരാത്മീയ സപ്പോർട്ടാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ഭൂമിയിൽ താമസിച്ചപ്പോൾ ഗെത്സമനിയിൽ കർത്താവിന് ഒരു പ്രാർത്ഥനാ സപ്പോർട്ട് ആവശ്യമായി. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയിൽ എത്രയോ പേരുണ്ട്, അവർക്ക് പ്രാർത്ഥനാ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥനാ സപ്പോർട്ട് ആവശ്യമുണ്ട്. കർത്താവിന് മറ്റൊരു സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. കർത്താവിന് ആവശ്യമില്ലായിരുന്നെങ്കിൽ പോലും കർത്താവ് ക്ഷീണിച്ചപ്പോൾ, കർത്താവ് മടുത്തപ്പോൾ, ആമേൻ, യേശു കർത്താവിന്റെ ക്രൂശിൽ ചുമക്കാൻ ഒരുവനെ അവൻ അന്വേഷിച്ചു. അങ്ങനെയാണ് ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് പ്രേരക്കാരൻ ശിമിയോനെ കിട്ടിയത്. പ്രേരക്കാരൻ ശിമിയോനെ തന്റെ ക്രൂശെടുക്കാൻ അവർ നിർബന്ധിച്ചപ്പോൾ
ആ ക്രൂശിനെ നോക്കാൻ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിനെ നോക്കാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ക്രൂശിനെ നോക്കാൻ പത്രോസ് അവിടെ ഉണ്ടായിരുന്നില്ല. അകലം വിട്ടാണ് കർത്താവിനെ അനുഗമിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക്